ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ മാട്രോ വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് തമ്പനയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, അതെ നമ്മുടെ സെല്ലട ബ്രൈറ്റ് ടൂബിയാണ്. അപ്പോൾ അത്രൂന്ന് വെയ്യ, തലവേനയും പിന്നെ പനിയൊക്കെ ആയിട്ട് ഓന് നോമ്പിന്റെ ഒരു ക്ഷീണം കാരണമാവുന്നില്ല. ഹലോ ഗൈസ്, എന്തൊക്കെ എല്ലാവർക്കും സുഖല്ലേ? നോക്കാൻ വേണ്ടത് ഇവിടുത്തെ ബംഗാളിക്കൊന്നും പഠിക്കാൻ വേണ്ടി കൊടുത്ത ഗൈസ്. മേറഫ് ആഫിമ്പാടെ സെല്ലയുടെ ബ്രൈറ്റ് വീക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ സെല്ലയുടെ കല്യാണമെങ്കിൽ അവൾക്കൊരു ആൺകുട്ടി ജനിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മളെ വീഡിയോ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ തിരക്ക് കാരണം വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഇൻഷാല്ലാ ഇനി ഓരോ വീഡിയോസ് ഒക്കെ പെട്ടെന്ന് തന്നെ ഇടാന്ന് ഇങ്ങനെ വിചാരിക്കുന്നത്. ബാക്കിയൊക്കെ പടച്ചോന്റെ കയ്യിലാണ്. ഓരോ പെൻഡിങ്ങിന്റെ വീഡിയോസ് ഒക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ ഈ വീഡിയോന്റെ ബാക്കി പോയി കാണും. മേറഫിന്റെ ഡ്രസ്സൊക്കെ എങ്ങനെയുണ്ട് പറയാം. വൈറ്റും ഇട്ട് പോയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും പാസിത്തെ മേറഫിനെയും അഫിനൊക്കെ കണ്ടിട്ട് പോവാം. ഞാനും അഫീംപാടെ പോയിക്കൊണ്ടിരിക്കണം അങ്ങോട്ട്. പാർക്കിന്റെ ഫ്രണ്ടിലുള്ളത് ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറുകയാണ്. എന്നെ എവിടെ ഇരിക്കണെന്ന് അറിയില്ല. അപ്പോൾ എവിടെയെന്ന് ആദ്യം തിരഞ്ഞിട്ടൊക്കെ വേണം നോക്കണം. ഇൻഷാല്ലാ ഇതിന് ടിക്കറ്റ് എടുക്കണം. നമ്മളിപ്പോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കൗണ്ടറിൻ്റെ ഫ്രണ്ടിലാണ് വെയിറ്റ് ചെയ്യുന്നത്. പാർക്കിൽ എൻട്രി ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ പരിപാടി എടുക്കുന്ന സ്ഥലം എവിടെയെന്ന് ഓല് നമ്മൾ തിരയണം. തിരഞ്ഞിട്ട് ഇനിയിപ്പോൾ എവിടെയെന്ന് നോക്കണം. അത് വെള്ളട്ടിട്ട് അതാ അത് താത്ത നിക്കത് സെറ്റ് ചെയ്യണല്ലേ? മണവാട്ടിനെ കട്ടിത്തരാം. സുന്ദരികള് ഗൈസ്. അപ്പൊ നമ്മള് പരിപാടികളൊക്കെ സംഭവം സെറ്റ് ആയിക്കണു. ഒരു രക്ഷയില്ല. ഐശ്വര്യ റായ് ഇങ്ങോട്ട് മാറിക്കും, എന്നിട്ട് കൈ കൊണ്ട് തൊഴുക്കും. ഹലോ, ഇത് നമ്മളെ അർഷുഖാന്റെ അനിയത്തി കേട്ടോ. അല്ല, വേഗം പോയി കഴിക്കാൻ മതി, പെട്ടെന്ന് കഴിക്കും. ഇത് നമ്മളെ മണവാളച്ചക്കൻ. എന്താ അവിടെ നിക്ക്? ഹലോ ഹലോ, ഇതാ നമ്മളെ സെല്ലറ ചെക്കൻ. ഔട്ടോ എന്താ ചെയ്യാ, സ്വന്തം ബ്രൈറ്റൊക്കെ ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് നിങ്ങൾ ഫോട്ടോ എടുക്കണം. നമുക്ക് ഫോട്ടോ എടുക്കണ്ടേ? ഈ ഒരു നിമിഷത്തിൽ എന്താണ് എനിക്ക് പറയാനുള്ളത്? അതെ, നല്ല സന്തോഷാണ്. അതെ, പണിക്കൊന്നും പോവില്ല പിന്നെ. ഓക്കെ, ഭാവി ഹണിമൂണൊക്കെ പ്ലാൻ ചെയ്തു. ഇത് നമ്മളെ സെല്ലയുടെ കസിന് അൻഷി, പിന്നെ ഇത് അൻഷിയുടെ ഹസ്ബൻഡ്. അതെ, ഇത് അതെ, ഇതിന്റെ കസിനാണ്. ഇത് നമ്മളെ റിൻസിന്റെ ഫ്രണ്ട് ഷാബു. അപ്പോ ഞങ്ങളെല്ലാരും ഇവിടെ സെറ്റപ്പ് ആയിട്ട് ഇനിയിപ്പോ ബാങ്ക് കൊടുത്താലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഡ്രസ്സൊക്കെ മാറ്റി, കാരണം നോമ്പിന്റെ ടൈം ആയതുകൊണ്ട്. അതോ മെയിന് ആ കോസ്റ്റ്യൂംസ്. ഹലോ ഗൈസ്, മറ്റേ കാര്യം പറയണോ? ഇതൊക്കെ കണ്ടക്ട് ചെയ്താൽ നമ്മളെ മെയിൻ ഒരാളെ കാട്ടിത്തരാം. ഇതാണ് നമ്മളെ എല്ലാത്തിനും ഫുൾ സെറ്റപ്പ്. ഈ വക പരിപാടി മൊത്തം കണ്ടക്ട് ചെയ്ത ഒരാളാണ് മെഹറൂഫ്. ഇവന്റെ പേര് മെഹറൂഫ് എന്നാട്ടോ. ഉണ്ടോ? അതാ, പിന്നെ മെയിൻ കണ്ടക്ട് ചെയ്ത ഒരാൾ അങ്ങനെ ആണെങ്കിൽ ഫുൾ സെറ്റ് ആയി വെച്ചിട്ടുണ്ടോ. അതുവരെ അവിടെ നിൽക്കാണ്. ഒരു സർപ്രൈസ് ആയിട്ട് ഇത് കാണുമ്പോൾ അമ്പരപ്പോടെ ഇങ്ങനെ കാണും. എന്താ പറയാനുള്ളത്? പറയാനുള്ളത് വേറൊന്നല്ല, സേല നമുക്കറിയാലോ, നമ്മുടെ കൂടപ്പുറപ്പാണ്. അപ്പൊ അവൾക്ക് എന്തായാലും അവളെ കല്യാണത്തിന് നാട്ടിൽ പോകാൻ പറ്റണില്ല. അപ്പോ ആ ഒരു സങ്കടപ്പെടെ തീർക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മള് ഫ്രണ്ട്സ് എല്ലാവരും പാടെ അവരൊന്ന് ഹാപ്പി ആക്കിയിട്ട് നാട്ടിൽ കൂടാം. അതാണ് വൻ സെറ്റപ്പ് നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഒരുക്കി തന്നെ നമ്മളെ മെഹറൂഫിന് ഒരു സ്പെഷ്യൽ താങ്ക്സ്. അങ്ങനെ പറയാൻ പാടില്ല, ഞങ്ങൾ ഇത് ചെയ്യുന്നില്ല. 40 പേര് പറയണ്ട, നമ്മള് ഫ്രണ്ട്സ്. നമ്മളെല്ലാരും ഇവിടെ ഇരുന്നിട്ടുണ്ട്. ഇപ്പൊ ടൈമായി.
ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ നോമ്പ് തുറക്കാൻ ടൈമാവും. എല്ലാവരും ഇവിടെ ഒന്ന് സെറ്റ് ചെയ്ത്. സെല്ലജ് എത്ര നേരം എടുത്തു ഈ മേക്കപ്പ് സെറ്റ് ചെയ്യാൻ? അപ്പൊ ഗായ്സ് നോമ്പ് തുറന്നു. അങ്ങനെ പരിപാടി ഞങ്ങള് ഇനി കേക്ക് മുറിക്കാണ്ട്. നോമ്പോട് ഗായ്സ് ഈ ചെങ്ങയ്ക്ക് നോമ്പില്ല കേട്ടോ. ഇവിടെ മണവളം കിട്ടുവാ ഗായ്സ്. അങ്ങനെ കേക്ക് കെട്ടിയാണ്. അതെ, വധുവരന്മാർ ഒന്നിക്കുകയാണ്. ഇനിയാണ് യുദ്ധം. ഗൈസ് ഇതിന്റെ കേക്കിന്റെ ഫസ്റ്റ് ഭാഗം സെല്ല ചുരണ്ടി തിന്നിട്ടുണ്ട്. അപ്പൊ നല്ല രസമുണ്ട്. അപ്പൊ ഗൈസ് എന്താണ് കഥ? എന്ത് എന്താ പറഞ്ഞേ? എന്തോ കഥ അറിയണ്ട. ഞാൻ ചെക്ക എന്റെ കുട്ടിയെ പറഞ്ഞപ്പോ അപ്പൊ ഞാൻ അങ്ങനെ നോക്കിക്കുമ്പോ പെണ്ണ് പറഞ്ഞു ഇതൊക്കെ ഈ കുട്ടി എവിടുന്ന് പഠിച്ചു ഞാൻ വെറുതെ ഇരിക്കുമ്പോ വെറുതെ പഠിപ്പിച്ചെടുത്തതൊക്കെ കുട്ടിയെ പറഞ്ഞപ്പോ അതല്ല ഇവിടെ റൂമിന്റെ അപ്പുറത്തെ റൂമിൽ തന്നെ മൊറോക്കാരി പറഞ്ഞേ കുട്ടിയുടെ വോളി ഒന്ന് കുറക്കും. ഇതിലേത് പാർട്ട് തൊട്ട് കുറക്കാൻ പറ്റിയ നിങ്ങൾ ചെയ്തു പറഞ്ഞേ. അതൊന്നല്ല കോമഡി. മറ്റേ സെലികുമാറിന്റെ സീരിയല്ലേ മറ്റേത് പടത്തിലത്തെ ഏതൊരു പടം ഓർമ്മല്ലേ? ഇവിടെ ഇന്നലെ രാവിലെ നോക്കുമ്പോണ്ട് കുട്ടി ഇങ്ങനെ ജനന്റെ അവിടെ നിന്നിട്ട് ഏയ് നോക്കും. താഴെ നോക്കുമ്പോ മുട്ട പൊട്ടിച്ചിട്ട് മുട്ടറേ 1 yes 2 സൈഡ് അമ്മനെ വിളിച്ചിരുന്നു എന്റെ മറൂഫിന്റെ അമ്മ. സെല്ലാപ്പി കഴിച്ചോ? സെല്ലാപ്പി കഴിച്ചില്ലേ? ഞാൻ പറഞ്ഞിരുന്നു വൈഫ് മാപ്പ് ഇവിടെ. എന്റെ ഒരു ബ്രദറാണോ? എത്ര ബ്രദേഴ്സാ? എനിക്കോ? ഞങ്ങള് 3 മക്കളാണ്. ഒന്ന് കാക്കു, ഞാന്, 3 ആൺകുട്ടികളാ. വെറുതെ സ്വീറ്റ്സ് ഒക്കെ വേസ്റ്റ് ആയി. സെല്ല ഇതെങ്ങനെ ഉപയോഗിക്കാന്ന് മനസ്സിലായിട്ടില്ല. ഇതോ ഇങ്ങനെ എടുക്കല്ല. അത് സുഖാണ് യൂസ് ചെയ്യാൻ. എന്നിട്ട് കൈ സ്ഥാനൊക്കെ മാറ്റണം. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം അല്ലേ? എന്നിട്ട് ഇങ്ങനെ എടുക്കാം. ചൈന പോയപ്പോ ചൈന പോയപ്പോ അവർക്ക് കൈകൊണ്ടിരിക്കണോണ്ടിക്കാണ്. ഇത് നമ്മളെ ക്യാമറമാൻ. ഇതാണ് മുഹമ്മദ്. അല്ല എന്റെ ചെക്കനെവിടെ? നല്ല നല്ല ബ്രൈറ്റ് ടു ബി ബെറ്റർ ടുഗദർ. വൗ ഗൈസ്, കല്യാണാണ് ഈ വരുന്ന. അതെ, ഞാൻ ഉണ്ടാവൂല. അതെ ഇൻഷാല്ലാ. അപ്പൊ ഞാൻ ചിലപ്പോൾ വരും, ചിലപ്പോൾ വരില്ല. അപ്പൊ ഞങ്ങള് 3 ആള് ചിലപ്പോഴേ ഉണ്ടാവുള്ളൂ. പിന്നെ ഈ കോംബോ ഇതേപോലെ ഈ കല്യാണം കഴിഞ്ഞിട്ട് കാണണം. അപ്പൊ ഗൈസ് അങ്ങനെ ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ബെല്ലുമണി അടിച്ചു പൊട്ടിക്കുക. അതെ, ബെല്ലുമണി അടിച്ച് പൊട്ടിക്കുക. അതെ, ഇരുന്നോട്ടെ, എന്തെങ്കിലും ഉണ്ടായിക്കോട്ടെ. അപ്പൊ ഇൻഷാല്ലാ നെക്സ്റ്റ് വ്ലോഗുമായി വീണ്ടും കാണാം. ബൈ ബൈ.